ലൂക്കാസ് വിശേഷം 12-ാം അധ്യായത്തിന്റെ 34-ാമത്തെ തിരുവചന ഭാഗം ഇപ്രകാരം പറയുന്നു. ലൂക്കാസ് വിശേഷം 12:34 വചനം പറയുന്നു, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ഹല്ലേലൂയ. പറഞ്ഞേ, സ്വരമരുത്തി പറഞ്ഞേ, സന്തോഷത്തോടെ പറഞ്ഞേ, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ നിക്ഷേപം എവിടെയാണ്? നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ ചില ആവശ്യങ്ങൾ നാം കണ്ടെത്തണം. അവിടെയെല്ലാം ദൈവം നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ വലിയ കൃപാവരങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരായി മാറുവാൻ കഴിയണം. എൻ്റെ ഹൃദയത്തിൻ്റെ നിക്ഷേപം ഇന്ന് ലോകത്തിൻ്റെ മോഹങ്ങളിലാണോ, ലോകത്തിൻ്റെ ആഗ്രഹങ്ങളിലാണോ, ലോകത്തിൻ്റെ ആവശ്യങ്ങളിലാണോ? ഇവിടെയെല്ലാം ഞാൻ നിന്ന് കടന്നു വരണം. ലൂക്കാസ് വിശേഷം അധ്യായം 21-34-35 വിശുദ്ധ വചനം ഇപ്രകാരം പറയുന്നു. ലൂക്കാസ് വിശേഷം 21-34-35 വചനം പറയാന്നു, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും ഈ തിരുവചന ഭാഗത്തിനകത്ത് പറയപ്പെട്ട ചിന്തകളിൽ എൻ്റെ മനസ്സ്, എൻ്റെ ജീവിതം ദുർബലമായിട്ടുണ്ടോ? സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ മനസ്സ് ദുർബലമായി ഒരു കെണി പോലെ നമ്മുടെ മേൽ വന്നു വീഴും. ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാ. സൗഖ്യം ലഭിക്കാനായി, സൗഖ്യത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കാനായി ഇന്ന് നാം കടന്നു പോകുമ്പോൾ ചില കെണികളായി നമ്മുടെ ജീവിതത്തിൽ വന്ന് അത് വീഴും. വിശുദ്ധ വചനം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലൂക്കാസ് വിശേഷം 21-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വചനം പറയുന്നു, ആ ദിവസം കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ വചനം പറഞ്ഞേ? ലൂക്ക 21:35 പറയുന്നു, ആ ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങള്, ചില നിരാശകള്, ചില ആകുലതകള് ഒരു കെണി പോലെ നമ്മളുടെ മേൽ, അത് പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ. അപ്പൊ അതിനെ നാം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് വന്ന് വീണിട്ടുണ്ടാകാം. ഒരുപക്ഷെ വന്ന് വീഴാതിരിക്കാനായി, അതെന്റെ മേൽ പതിക്കാതിരിക്കാനായി ദൈവത്തിന്റെ വലിയ കൃപാവരത്തിന്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഒരു സൗഖ്യം എനിക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം ഒരു കെണി പോലെ, ഇന്ന് നാനും നിങ്ങളും ഈ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടോ? 31-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന ആ കെണിയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ സൗഖ്യത്തിന്റെ കൃപാവരം നാം സ്വീകരിക്കുമ്പോൾ ഈ കെണികളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ നാം വിടുവിക്കണം. വചനത്തിന്റെ ശക്തി കെണികളിൽ നിന്ന് വിടുതൽ ലഭിക്കുമ്പോൾ ഒരു സൗഖ്യത്തിന്റെ അഭിഷേകം ദൈവം നമ്മുടെ മേൽ അയച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സൗഖ്യത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാനായി, ആത്മാവിനെ സ്വന്തമാക്കാനായി ദൈവത്തിന്റെ വലിയ മഹത്വം വചനം ഇപ്രകാരം പറയുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 1:11 വചനം പറയുന്നതിനാണ്, അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ ക്രിസ്തുവിന്റെ ആത്മാവിനെ ഉദാശകളിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ മേൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സൗഖ്യം നൽകുന്നത്. ഒന്ന് കൈയുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ സൗഖ്യത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിലുണ്ട്. ഈ സൗഖ്യം നൽകുന്ന ദൈവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഈ സൗഖ്യം നൽകുന്ന എൻ്റെ ദൈവം വചനമായി എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഈ വചനമാകുന്ന ദൈവം, സൗഖ്യം നൽകുന്ന ദൈവത്തെ പലപ്പോഴും എൻ്റെ ചിന്തകളിൽ നിന്ന് മാറ്റിവെച്ച് ഇന്ന് ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഈ മണിക്കൂറുകളിൽ നാം ശ്രവിക്കുന്ന ദൈവത്തിന്റെ വചനം വഴി ഈ അഭിഷേകം നമ്മുടെ മേൽ നിറഞ്ഞ് ഒഴുകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വചനം പറഞ്ഞെങ്ങനെയാണ്? നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവത്തിന്റെ വെളിച്ചം എന്നിലുണ്ട്, ദൈവത്തിന്റെ കൃപ എന്നിലുണ്ട്, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്നിലുണ്ട്. ഇത് ഇരുളാകുന്നത് ജീവിതത്തിന്റെ ചില പ്രവൃത്തികൾ വഴി, ജീവിതത്തിന്റെ ചില ചിന്തകൾ വഴി ഈ ജീവിത മേഖലകള് ഇരുളടയാൻ നമ്മുടെ മേൽ അത് കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തെ അത് പലപ്പോഴും മാറ്റിമറിക്കപ്പെട്ട് കടന്നു പോകുമ്പോൾ, ജീവിതത്തിലെ ചില പ്രതികൂലങ്ങളിലെ കടന്നു പോകുമ്പോൾ, വീണ്ടും പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വചനം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ്. ഈ ആത്മാവ് നമ്മളുടെ മേൽ ഉള്ള ആത്മാവിന്റെ ശക്തിയെ സ്വീകരിച്ച്, ശക്തിയുടെ സ്നേഹത്തെ സ്വീകരിച്ച് നാം നമ്മോട് പറയണം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് എൻ്റെ ജീവിതത്തിൽ സൗഖ്യം ലഭിക്കേണ്ട മേഖലകളെ പൂർണ്ണമായി കർത്താവിന്റെ മുമ്പിൽ ഞാൻ കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഒരുപക്ഷെ നാം ഉണർന്ന് ഇവിടെ വരുമ്പോൾ എനിക്ക് നൽകപ്പെടുന്ന വചനം സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൽ ആ വചനത്തിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞ്, ആ വചനത്തിന്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട്, ആ വചനത്തിന്റെ കൃപാവരം അനുഭവിച്ചുകൊണ്ട് ഈ സൗഖ്യത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നാം ഒരുങ്ങണം. നടപടി പുസ്തകം 3-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനം അധ്യായം 3-ലെ ഒരു സൗഖ്യത്തെ കുറിച്ച് നാം കാണുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം എടുത്ത് പരിശോധിക്കുമ്പോൾ അനുദിനം ദൈവത്തിന്റെ സൗഖ്യങ്ങള് ഒരുപാട് ഇടങ്ങളിൽ ദൈവമായ കർത്താവ് എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ സൗഖ്യത്തിന്റെ അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് ലഭിക്കാതിരിക്കാനുള്ള ചില കാരണങ്ങളെ കുറിച്ച്, നിന്നിലുള്ള നിന്റെ വെളിച്ചം, ഒരുപക്ഷെ സന്തോഷകരമായ ജീവിതം നയിക്കുമ്പോൾ ചില തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ തെറ്റായ പ്രവണതകള് നമ്മുടെ മനസ്സിലുണ്ടാകാം. തെറ്റായ ചിന്തകൾ കൊണ്ട് നാം നിറയുമ്പോൾ ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ ശക്തി അനുഭവിക്കാൻ നമുക്ക് കഴിയാതെ കടന്നു പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സജീവമായ വചനം, ഊർജ്ജസ്വലമായ വചനം, മജ്ജയിലും സന്ധിബന്ധങ്ങളിലൊക്കെ തുളച്ചു കയറുന്ന ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഇന്ന് എത്രമാത്രം ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ നിറയുമ്പോൾ ആ വചനമെടുത്ത് പ്രാർത്ഥിക്കാൻ ഇന്ന് എനിക്ക് കഴിയണം. വചനത്തിന്റെ ശക്തി കൊണ്ട്, വചനത്തിന്റെ അഭിഷേകം കൊണ്ട് എൻ്റെ ജീവിതത്തെ കെട്ടപ്പെട്ടിരിക്കുന്ന കെണികളെ തകർത്തെറിയാൻ വചനമെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, വചനം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, വചനം പറഞ്ഞ് ഞാൻ എൻ്റെ ഓരോ ദിനവും ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഈ വെളിച്ചമാകുന്ന ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? വചനമാകുന്ന ദൈവത്തിന്റെ ആ ശക്തി പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ യെശയ്യാ പ്രവചനം 27-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു, ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിന് രാപ്പകൽ കാവൽ നിൽക്കുന്നു. മറ്റുള്ള വ്യക്തിത്വങ്ങൾ, ചില സ്വാധീനങ്ങൾ എൻ്റെ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കാൻ വചനം പറഞ്ഞെങ്ങനെയാണ്? 27-ന്റെ 3 യെശയ്യാ പ്രവചനം വചനം പറയുന്നു,
ആരും നശിപ്പിക്കാതിരിക്കാൻ വലിയ കരുതലോടെ ദൈവം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരും ഉപദ്രവിക്കാതിരിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വചനം പറഞ്ഞ് അതിനെ രാപ്പകൽ കാവൽ നിൽക്കുന്ന ഒരു ദൈവം, നമ്മുടെ ജീവിതത്തെ കാവൽ നിർത്തുന്ന ആ ദൈവത്തിന്റെ വലിയൊരു സ്നേഹത്തെ നാം കാണണം. ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ, അത് നടക്കാതെ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലങ്ങളെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ, നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിബന്ധങ്ങളെ തിരിച്ചറിയുമ്പോൾ മനം മടുത്തവരായിരിക്കാം നമ്മൾ. അനുദിനം എനിക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന, എന്നെ കാണുന്ന, എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ നിത്യമായ സ്നേഹം, പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവത്തിന്റെ വലിയ കൃപയുടെ മഹത്വത്തിനകത്തുണ്ട്. എത്രമാത്രം വിശുദ്ധ വചനം ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിക്കുന്നുണ്ട്, എത്രമാത്രം വചനത്തിന് ഞാൻ പ്രമുഖ സ്ഥാനം കൊടുക്കുന്നുണ്ട്, എത്രമാത്രം എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന സൗഖ്യത്തെ അനുഭവിച്ചറിയാൻ എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റിവെക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുദിനം സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ വലിയ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട്, അനുദിനം നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ആ ദൈവകൃപയാൽ നമ്മുടെ ജീവിതത്തെ നാം വിട്ടുകൊടുക്കണം. കഴിഞ്ഞ നാളുകളിൽ ഒരു ജോലിയില്ലാതെ അലയുന്ന ഒരു വ്യക്തി, ഒരുപാട് നാളുകളായി അലഞ്ഞലഞ്ഞ് മനം മടുത്ത തൻ്റെ ജീവിതം ആകെ കഷ്ടനഷ്ടപ്പെട്ട ജീവിതത്തിൽ അദ്ദേഹമായി തീർന്നപ്പോൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നൽകിയ ദൈവത്തിന്റെ വചനം, അദ്ദേഹം സ്വീകരിച്ച ദൈവത്തിന്റെ വചനം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് ആ സഹോദരൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ, അറിഞ്ഞപ്പോൾ, അവിടെ ദൈവം നൽകിയ അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വിശുദ്ധ ഗ്രന്ഥം ഞാൻ പഠിക്കും, എനിക്കിഷ്ടപ്പെട്ട വചനം ലഭിക്കുന്നത് വരെ ആ ബൈബിൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഈ ബൈബിൾ ഇങ്ങനെ മറയ്ക്കുന്ന ഒരു സംഭവത്തെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. ഞാൻ ചോദിച്ചു, ഒരുപാട് വചനം വായിക്കുമോ? വചനം വായിക്കണമെന്നുള്ള, പഠിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ ചോദിച്ചു, പിന്നെന്താ അത് ലഭിക്കാത്തതിന്റെ കാരണം? ആ വചനം നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സൗഖ്യമുണ്ട്. അതുകൊണ്ടാണ് മുടന്തനായ വ്യക്തി പത്രോസിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് ആഗ്രഹത്തോടെ അജകവാടത്തിന് മുന്നിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന ആ സഹോദരനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം അധ്യായം 3 പ്രതിപാദിക്കപ്പെടുന്നത്. അവിടെ പറയുന്നുണ്ട്, നസ്രയനായ യേശുവിന്റെ നാമത്തിലാണ് ഈ സൗഖ്യം നമുക്ക് നൽകപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സൗഖ്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഈ സൗഖ്യത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയവും മനസ്സും നാം ദൈവത്തിൽ അവിടെ കാഴ്ചവെക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഓസിയ പ്രവചനം അധ്യായം 13-14 തിരുവചനം പറയുന്നത്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല. അവചനം നമുക്കൊന്ന് ഏറ്റു ചെല്ലാം. ഞാനല്ലാതെ മറ്റൊരു രക്ഷകൻ എനിക്കില്ല. കരമുയർത്തി പറയാമോ? ഞാനല്ലാതെ മറ്റൊരു രക്ഷകൻ എനിക്കില്ല. ഒന്ന് കരങ്ങളെ വീശി പറഞ്ഞേ, ഞാനല്ലാതെ മറ്റൊരു രക്ഷകൻ എനിക്കില്ല. ഈ വചനത്തിന്റെ ശക്തി, ഈ രക്ഷകന്റെ മഹത്വം അനുഭവിക്കണമെങ്കിൽ വചനവുമായി, വിശുദ്ധ ഗ്രന്ഥവുമായി അനുദിനം നമ്മുടെ ജീവിതത്തെ നാം കാഴ്ചവെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രിയപ്പെട്ട സഹോദരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അദ്ദേഹം വചനം വായിക്കും. വായിക്കപ്പെടുന്ന വചനം പലപ്പോഴും സ്വീകരിക്കാൻ പറ്റത്തക്ക രീതിയിൽ, അത് സ്വന്തമാക്കാൻ പറ്റത്തക്ക രീതിയിൽ പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് അനർത്ഥങ്ങൾക്കും ദൈവം ആഗ്രഹിക്കാത്ത ചില പദ്ധതികൾക്കും മുഖ്യമായ സ്ഥാനം കൊടുത്തുകൊണ്ട് കടന്നു പോകുമ്പോൾ വചനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിലയുറയ്ക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാകാം? നമുക്കിഷ്ടപ്പെട്ട വചനം കിട്ടുന്നത് വരെ
വിശുദ്ധ ഗ്രന്ഥം നാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട എല്ലാ വചനങ്ങളും കർത്താവ് എനിക്ക് വേണ്ടി നൽകിയിട്ടുള്ളതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 38 അധ്യായത്തിന്റെ 3 തിരുവചനം പറഞ്ഞിങ്ങനെയാണ്: അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും ആവർത്തിച്ചു പോന്നു. ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്ത്, ദൈവത്തിന്റെ പ്രവൃത്തികൾക്കൊത്ത്, ദൈവത്തിന്റെ ആഗ്രഹത്തിനൊത്ത് നമ്മുടെ ജീവിതത്തെ നാം മാറ്റുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി അനുസരിച്ച്, ദൈവം ആഗ്രഹിക്കുന്ന ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിന്റെ സൗഖ്യം നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, പഴയ നിയമത്തിലെ നമ്മളെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാനായി കടന്നു വരുമ്പോൾ 14 അധ്യായം ആ ചെങ്കടലിന്റെ മധ്യേ കടന്നു പോകുന്ന ഇസ്രായേൽ ജനത്തെ കുറിച്ച് വിശുദ്ധ വചനം പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ അടിമത്തത്തിൽ നിന്ന് ആ സൗഖ്യം ലഭിക്കാനായി ഈ ജനം അവിടെ നിന്ന്, ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് അവർ ഈ സൗഖ്യത്തിന് വേണ്ടി ദൈവം നൽകിയ വ്യക്തികളിലൂടെ, പ്രവാചകനായ മോശയിലൂടെ കടന്നു വരുമ്പോൾ, അവർ പതുക്കെ കടന്നു വരുമ്പോൾ അവരുടെ മുൻപിൽ വീണ്ടും ഈ സൗഖ്യത്തിന് തടസ്സമാകുന്ന ചില ചിന്തകൾ അവിടെ കടന്നു വരികയാണ്. അവർ നോക്കുമ്പോൾ മുന്നിൽ ഇളകി മറിയുന്ന വലിയൊരു ചെങ്കടൽ. ഒരുപക്ഷെ ഈ ചെങ്കടലാകുന്ന പ്രശ്നങ്ങൾ ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ രോഗമെന്ന ചെങ്കടലാകാം, സാമ്പത്തിക ബാധ്യത എന്ന ചെങ്കടലാകാം, പ്രതിസന്ധികളാകുന്ന ചെങ്കടലുകളാകാം, ഭാരമാകുന്ന ചെങ്കടലുകളാകാം. ഈ ചെങ്കടലുകളുടെ മധ്യേ പ്രവാചകനായ മോശ തന്റെ പ്രാർത്ഥനയുടെ ശക്തിയെ വെച്ച് നീട്ടുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ചെങ്കടലിന്റെ മധ്യേ തന്റെ കരമുയർത്തി പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധമായ ശക്തി, ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി, സൗഖ്യത്തിന്റെ അഭിഷേകം നൽകുന്ന ശക്തി ഇതാ പ്രവാചകനിലൂടെ ആ ചെങ്കടലിന് മധ്യേ വിരിഞ്ഞ് കടന്നു വന്ന് ചെങ്കടൽ രണ്ടായി മാറ്റപ്പെടുന്നത് വിശുദ്ധ വചനത്തിൽ നാം കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം 4 23 തിരുവചനം പറയുന്നു: നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. എന്താ പറഞ്ഞേ? നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കണം. ഇന്ന് സൗഖ്യത്തിന് വേണ്ടി ഈ വചനഹോളിൽ ആയിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ജാഗരൂകത എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ സ്വീകരിക്കാൻ, ദൈവത്തിനെ വസിക്കുവാൻ വേണ്ട ജാഗ്രത കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഞാൻ ബലപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ഹൃദയം ജാഗരൂകതയോടെ കാത്തുകൊണ്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും കടന്നു വന്നെങ്കിൽ മാത്രമേ ഈ ജാഗരൂകത, ഓരോ വചനവും എടുത്ത് അനുദിനം ധ്യാനിക്കുമ്പോൾ, അനുദിനം പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിലുണ്ടോ എന്ന് നാം പരിശോധിക്കണം. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ ജാഗരൂകതയോടെ അനുവർത്തിച്ച് സ്വീകരിക്കുന്ന ദൈവത്തിന്റെ വചനം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അല്പം മുമ്പ് പറഞ്ഞ യുവാവിനോട് ഈ തിരുവചനം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വചനം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നില്ല. കാരണം എൻ്റെ ഹൃദയത്തിൽ ലോകത്തിൻ്റെതായ ഒരുപാട് കാഴ്ചകളാണ് എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നത്. അതുകൊണ്ട് അത് വിട്ടുപോകാൻ വേണ്ടി വചനം പഠിച്ച്, വചനം വായിച്ച്, വചനത്തോട് ചേരുമ്പോൾ ഈ സൗഖ്യം പ്രിയപ്പെട്ട സഹോദര അനുഭവിക്കാൻ സാധിക്കും. അദ്ദേഹം കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് തൻ്റെ നഷ്ടപ്പെട്ടു പോയ
ജോലിയെക്കുറിച്ചായിരുന്നു. ഈ ജോലിയുടെ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ, ഹൃദയത്തെ സ്വീകരിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ചില പ്രതിസന്ധികളെ, ദൈവത്തിന്റെ ചില ആവശ്യങ്ങളെ ആ ജീവിതത്തിൽ നിന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനഭാഗം അദ്ദേഹം എടുത്ത് വായിച്ചപ്പോൾ വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 48 അധ്യായത്തിലെ 15 തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചത് എങ്ങനെയാണ്? ജനം അനുദപിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്ന ചില പ്രവൃത്തികളെ കുറിച്ച്, ദൈവം ആഗ്രഹിക്കാത്ത പ്രവൃത്തിയെ കുറിച്ച് അനുദപിക്കണം. പ്രിയപ്പെട്ടവരെന്നാം എന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ, ഒരുപക്ഷെ അറിവോടുകൂടെ ചെയ്തു പോയ ചില പ്രവൃത്തികൾ ദൈവം ആഗ്രഹിക്കാത്തത് നമ്മുടെ മനസ്സിലുണ്ടാകാം, നമ്മുടെ ജീവിതത്തിലുണ്ടാകാം, നമ്മുടെ ഹൃദയത്തിലുണ്ടാകാം, നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ ഉണ്ടാകാം. അവയെ കണ്ടെത്തി അവയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അനുദപിച്ചുകൊണ്ട് ദൈവത്തിങ്കലേക്ക് കടന്നു വരാനുള്ള വലിയ ഒരു കൃപ ഞാനും നിങ്ങളും വാങ്ങുമ്പോൾ സൗഖ്യത്തിന്റെ ആത്മാവിനെ അവിടെ കണ്ടെത്തുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 48 അധ്യായത്തിന്റെ 15 തിരുവചനം നമ്മോട് ചേർത്ത് വെച്ച് പറയുന്നത് എങ്ങനെയാണ്? പ്രഭാഷകൻ 48:15 പാപത്തിൽ നിന്ന് പിന്മാറിയതുമില്ല. ഇന്ന് പ്രാർത്ഥനയുടെ നിയോഗവുമായി നമ്മൾ കടന്നു വരുമ്പോൾ ചില സ്വാധീനങ്ങൾ, ലോകം നൽകുന്ന ലോകത്തിന്റെ സുഖങ്ങള്, ആഗ്രഹങ്ങള്, ആഡംബരങ്ങള് നമ്മുടെ ഹൃദയത്തെ താലോലിക്കുന്നുണ്ടാകാം. ഇവയിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അവയെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം നൽകുന്ന ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ അവിടെ വലിയ സൗഖ്യം നമുക്ക് നേടുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ പുറപ്പാട് പുസ്തകത്തിലെ നാം അല്പം മുമ്പ് ചിന്തിച്ചതുപോലെ അവിടെ വന്ന വചനത്തിന്റെ ശക്തി സൗഖ്യമായി ഇസ്രായേൽ ജനത്തിന് അനുഭവപ്പെട്ടത് പ്രവാചകനായ മോശ തന്റെ പ്രാർത്ഥനയുടെ വടിയെടുത്ത് ചെങ്കടലിന് മീതെ നീട്ടിയപ്പോൾ ആ ചെങ്കടൽ രണ്ടായി വിഭജിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, അതുവരെ ഒഴുകി തുടിച്ചിരുന്ന ജലം രണ്ട് സൈഡുകളിലും ഇങ്ങനെ ഭിത്തിയായി നിൽക്കപ്പെട്ടുവെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ചെങ്കടലായി കടന്നു വരുന്ന പ്രതിസന്ധികൾ, ചെങ്കടലായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങൾ, ചെങ്കടലായി വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇവയെ മാറ്റപ്പെടണമെങ്കിൽ പ്രവാചക സ്വരം കേട്ട് ഈ വെള്ളിയാഴ്ച ദിനം ഈ ഗാഗുൽത്ത ധ്യാന സെന്ററിൽ വന്ന് വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ നിറവ്, ദൈവത്തിന്റെ ശക്തി അവിടെ ജ്വലിക്കപ്പെടുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ മാറ്റപ്പെടാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പ്രഭാഷകൻ 48:16 തിരുവചന ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്. പഴയ നിയമത്തിലെ പ്രഭാഷകന്റെ പുസ്തകം 48:16 വചനം പറയുന്നു, ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക, ചിലർ എന്ന് പറഞ്ഞപ്പെടുത്ത് ഞാൻ അതിൽ ഉൾപ്പെടുന്നുണ്ടോ? ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സൗഖ്യം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു കൃപാവരം ദൈവമായ കർത്താവ് എല്ലാ വെള്ളിയാഴ്ചകളിലും നാം ഇവിടെ വന്ന് ദൈവത്തിന്റെ വചനം സ്വീകരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ, ആരാധനയിലൂടെ പരിശുദ്ധ ശക്തി കൃപയായി നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരും. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവജനവും കരമുയർത്തി സ്തുതിക്കുന്നു. മനസ്സ് തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തി പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ സൗഖ്യം
ലഭിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായി കർത്താവിലേക്ക് വിട്ടുകൊടുക്കണം. എൻ്റെ ജീവിതം സൗഖ്യത്തിന്റെ അനുഭവമായി മാറണമെങ്കിൽ പൂർണ്ണമായും ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. ഈ അല്പം മുമ്പ് പറയപ്പെട്ട യുവാവ് ഈ വചനമെല്ലാം കേട്ട് അനുസരിക്കാൻ കഴിയാതിനെ കുറിച്ച് അനുതാപത്തോടെ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് അനുതപിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ജീവിതത്തിൽ ആ വചനം സ്വീകരിക്കാൻ തുടങ്ങി. നല്ലൊരു കുമ്പസാരത്തിലൂടെ ചെയ്തു വന്ന കടന്നുപോയ ചില ചെയ്തികളൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ച് കുമ്പസാരക്കൂട്ടിൽ അത് കാഴ്ചവെച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ അത്ഭുതം പ്രിയപ്പെട്ടവരെ അവിടെ കടന്നു വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് 138 സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്. 138 സങ്കീർത്തനം 5:10 പറയുന്നു, കർത്താവിന്റെ മഹത്വം വലിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതയേക്കാൾ വലുതാണ് ദൈവത്തിന്റെ സൗഖ്യം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളോട് പ്രിയപ്പെട്ടവരെ നാം പറയണം, ദൈവത്തിന്റെ സൗഖ്യം സ്വീകരിക്കാൻ കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ. ദൈവത്തിന്റെ മഹത്വം വലിയ ഒരു സൗഖ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും 138 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ തിരുവചനം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ, ചില പ്രതിസന്ധികളിൽ, ചില ലോകത്തിന്റെ പ്രശ്നങ്ങളിൽ വചനമെടുത്ത് പറയണം. 138 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വചനം, എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന്. ഇന്ന് ഈ വചനകോളിലായിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്നു തരണമേ, എൻ്റെ ജീവിതത്തിൽ ധൈര്യം പകർന്നു തരണമേ. നിരാശപ്പെട്ട പ്രതിസന്ധികളിൽ, വലയപ്പെട്ട പ്രതികൂലങ്ങളിൽ, അകപ്പെട്ട രോഗങ്ങളിൽ, വീഴപ്പെട്ട പാപങ്ങളിൽ, എറിയപ്പെട്ട എൻ്റെ ജീവിതത്തെ കർത്താവേ ധൈര്യം പകർന്ന് എൻ്റെ ആത്മാവിൽ എനിക്ക് ശക്തി തരണമേ എന്ന് ഹൃദയം തുറന്ന് പ്രിയപ്പെട്ടവരെ നാം പ്രാർത്ഥിക്കണം. ഈ വചനത്തിന്റെ ശക്തിയുണ്ട്. സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനങ്ങൾ ഒരിക്കലും മാറ്റപ്പെടുകയില്ല. മാറ്റമില്ലാതെ നിൽക്കുന്ന, സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് എൻ്റെ കൺമുൻപിലുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലുണ്ട്. ഈ വചനമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിന്റെ സൗഖ്യം കൊണ്ട് എൻ്റെ ജീവിതം അത്ഭുതകരമായി മാറുമ്പോഴാ, ഈ സൗഖ്യം കടന്നു വരുമ്പോഴാ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ രോഗശാന്തികൾ ലഭിക്കുന്നത്, അത്ഭുതകരമായ വിടുതലുകൾ നമുക്ക് ലഭിക്കുന്നത്, അത്ഭുതകരമായ അഭിഷേകങ്ങൾ ലഭിക്കുന്നത് ഈ വചനം ആത്മാവിൽ കത്തിപ്പടരുമ്പോഴാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 മക്കാബയരുടെ പുസ്തകം, പഴയ നിയമത്തിലെ 2 മക്കാബയരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 38-ാമത്തെ തിരുവചനം പറഞ്ഞിങ്ങനെയാണ്, ദൈവത്തിന്റെ ശക്തി അവിടെ ഉണ്ട്. തീർച്ച ദൈവത്തിന്റെ ശക്തി അവിടെയുണ്ട്. നിന്റെ പ്രതികൂലങ്ങൾ നിന്നെ വലയം ചെയ്യുമ്പോൾ, ഇതാ ഇസ്രായേൽ ജനം ആ വലിയ ചെങ്കടലിന് മധ്യേ കടന്നു വന്നപ്പോൾ അവർ കണ്ട സൗഖ്യം, അവർക്ക് വേണ്ടി കടലിന് മധ്യേ വലിയ ഒരു റോഡ് പിരിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കടന്നു വന്നു, ദൈവത്തിന്റെ ശക്തി കടന്നു വന്നു. മുൻപിൽ ഇതാ വലിയ ഫറവോയുടെ സൈന്യം, ആർത്തിരമ്പുന്ന സൈന്യം. ഈ ജനം ഇവിടെ പിറുപിറുക്കുന്നുണ്ട്, ഇതിലും ഭേദം ഫറവോയുടെ അടിമത്തത്തിൽ കിടന്ന് മരിക്കുകയാണെന്ന്. ഒരുപക്ഷെ ഞാനും നിങ്ങളും പറഞ്ഞേക്കാം, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, വചനം സ്വീകരിക്കാൻ പറ്റാതെ വലയുമ്പോൾ ഈ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് കടന്നു വന്ന ഇസ്രായേൽ ജനം പറഞ്ഞതുപോലെ നാമും പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഇതിലും ഭേദം ആ അടിമത്തത്തിൽ കിടന്ന്, ആ രോഗം അതിൽ കിടന്ന് വേദനിക്കുമ്പോഴും നമ്മുടെ മനസ്സ് പറയും, പ്രിയപ്പെട്ടവരെ അവിടെ ഉയർത്തപ്പെട്ട ദൈവത്തിന്റെ സൗഖ്യം,
അവിടെ കടന്നു വന്ന ദൈവത്തിന്റെ സൗഖ്യം, അവിടെ ചേർന്നിരുന്ന ദൈവത്തിന്റെ സൗഖ്യം കടന്നു വന്നപ്പോൾ ചെങ്കടൽ വലിയ റോഡായി മാറി. ഇസ്രായേൽ ജലത്തിന് സഞ്ചരിക്കുവാൻ ദൈവമായ കർത്താവ് വലിയ വഴിയൊരുക്കി. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം പറഞ്ഞ് ആത്മാവിൽ എന്നെ ധൈര്യപ്പെടുത്തണം. കർത്താവേ, എന്റെ ആത്മാവിൽ എന്നെ ധൈര്യപ്പെടുത്തണം. വെറും വാക്കുകൊണ്ടല്ല, ഒരു ശക്തി കൊണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വചനം പറയുന്നത്, എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. ഒരു പ്രശ്നം നിന്നെ താഴ്ത്തപ്പെടുമ്പോൾ, ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിൽ വന്നു വീഴുമ്പോൾ വചനം എടുത്ത് ഉപയോഗിച്ച് നീ പറയണം, ഈ പ്രശ്നത്തെക്കാൾ ഉപരിയായ ഒരു ശക്തി, ദൈവത്തിന്റെ സൗഖ്യമെന്ന ശക്തി എന്റെ ഹൃദയത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അതുകൊണ്ടാണ് 2 മക്കബയുടെ പുസ്തകം 3:38 വചനം പറഞ്ഞ്, ദൈവത്തിന്റെ ശക്തി അവിടെയുണ്ട്. നീ അനുഭവിക്കുന്ന കഷ്ടതയിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. നീ ഇപ്പോൾ ഭാരപ്പെട്ട് നടക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി അവിടെയുണ്ട്. നീ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഈ ധ്യാനകോളിൽ ഇരിക്കുമ്പോൾ നിന്റെ അരികിൽ ഈ കേൾക്കപ്പെടുന്ന സുവിശേഷത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ജീവനുള്ള അത്ഭുതം ചെയ്യാനുള്ള ശക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ശക്തിയെ അയക്കണമേ, ഈ ശക്തി എന്റെ മേൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. സ്വരം തുറന്ന് വിളിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ആ വലിയ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ആ വലിയ ശക്തി എന്റെ മേൽ അനുഭവിക്കുമാർ എന്റെ ഹൃദയത്തെ തുറന്നു തരണമേ, എന്റെ മനസ്സിനെ തുറന്നു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുദിനം പ്രിയപ്പെട്ടവരെ, ഏത് പ്രതികൂലങ്ങളിലായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധികളിലായിക്കൊള്ളട്ടെ, നിന്നെ കാത്തുപരിപാലിക്കുന്ന രക്ഷയെന്ന സൗഖ്യത്തിന്റെ ശക്തി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വചനത്തിന്റെ ഉള്ളറകളിലുണ്ട്. വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ അഭിഷേകം ഞാൻ എത്രമാത്രം സ്വീകരിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ ശക്തി കടന്നു വരും, അവിടെ ദൈവത്തിന്റെ അനുഭവം കടന്നു വരും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 38:14 വചനം പറയുന്നത്, എന്റെ കണ്ണുകൾ തളർന്നിരിക്കുന്നു. ഒരുപക്ഷെ നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങളെ കണ്ട്, നമ്മെ വേട്ടയാടുന്ന പ്രതിസന്ധികളെ കണ്ട് നിന്റെ കണ്ണ് തകർന്നിരിക്കാം, നിന്റെ ഹൃദയം തകർന്നിരിക്കാം, നിന്റെ മനസ്സ് തകർന്നിരിക്കാം, നിന്റെ ജീവിതം തകർന്നിരിക്കാം. വചനം പറയുന്നു 38:14 യെശയ്യാ പ്രവചനം, അങ്ങ് എന്റെ രക്ഷയായിരിക്കണമേ. ഒന്ന് പറഞ്ഞേ, അങ്ങ് എന്റെ രക്ഷയായിരിക്കണമേ. പലപ്പോഴും ഈ പ്രശ്നം കടന്നു വരുമ്പോൾ പ്രശ്നത്തെ മാത്രം നാം മുന്നിൽ കാണുകയാണ്. പ്രശ്നത്തോടൊപ്പം നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ നിറഞ്ഞ, ദൈവത്തിന്റെ അഭിഷേകം നിറഞ്ഞ സൗഖ്യത്തെ കണ്ടുകൊണ്ട് വചനമെടുത്ത് നീ പ്രഖ്യാപിക്കുമ്പോൾ ആ സൗഖ്യം നിന്റെ മേൽ കടന്നു വരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജെറമിയ പ്രവചനം 4-ാം അധ്യായം 14 വചനം പറഞ്ഞിങ്ങനെയാണ്, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഹൃദയത്തിനകത്ത് ദുഷ്ടതയുണ്ട്. വചനമെടുക്കുമ്പോൾ, ആ വചനത്തിന് ശക്തി ഇരിക്കുമ്പോൾ, ഞാൻ ചെറിയൊരു കാര്യം പങ്കുവയ്ക്കാം. 5-6 മാസങ്ങൾക്ക് മുമ്പ് ദൈവശബ്ദം കൺവെൻഷന്റെ ഭാഗമായി അനവധി ഇടങ്ങളിലും സുഹൃത്തുക്കളുടെ ഇടയിലും കടന്നുപോയിക്കൊണ്ട് ഈ സുവിശേഷ വേലയെക്കുറിച്ച് പറയാനും സഹായിക്കാനുമായി കടന്നു പോകുമ്പോൾ എനിക്ക് പ്രിയമുള്ള ഒരു വീടിനകത്ത് ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഏകദേശം 88-90 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മച്ചിയുടെ അടുത്ത് കുറെ കല്ലുകൾ അമ്മച്ചി കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അല്പസമയം അവിടെ നിന്ന്, കണ്ണിന് അല്പം മങ്ങലുണ്ട്. ഞാൻ നിന്നപ്പോൾ എൻ്റെ നിഴല്
അല്ലെങ്കിൽ ശരീരം തട്ടിയപ്പോൾ ആരാ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പേര് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, നീ ഇവിടെ ഇരിക്കേ. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് ഈ കല്ലുകൾ എങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്നത്? കൈനകത്ത് ജപമാലയുണ്ട്. അമ്മച്ചി പറഞ്ഞു, ഇത്രയും ജപമാല ഈ കഴിഞ്ഞുപോയ ഒക്ടോബർ മാസത്തിലെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഒരുപാട് കല്ലുകൾ കൂട്ടിവെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, വലിയ ഭക്തി തോന്നി, വലിയ സ്നേഹം തോന്നി, വലിയ കൃപ തോന്നി. എത്രയോ ജപമാലകൾ ചൊല്ലി ദൈവസന്നിധിയിൽ കാഴ്ചവെച്ച അമ്മച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകം മക്കൾ കടന്നു വരണം. അവർ ജീവിതത്തിൽ സൗഖ്യം അനുഭവിക്കണം. ദൈവത്തിന്റെ വചനത്തിന്റെ സൗഖ്യം സ്വന്തമാക്കിക്കൊണ്ട് അവർ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം നൽകി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഒരു അരമണിക്കൂർ സമയം അമ്മയുമായി അവിടെ സംസാരിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പേര് വെളിപ്പെടുത്തി തന്നു. ഞാൻ വളരെ സന്തോഷത്തോടെ ചോദിച്ചു, അമ്മച്ചി ഇങ്ങനൊരു പേര് കാണുന്നുണ്ടല്ലോ. ഈ പേര് പറഞ്ഞ വഴിക്ക് അമ്മച്ചി അതുവരെ ചൊല്ലിത്തീർത്ത ആ കല്ലുകളൊക്കെ കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. എനിക്കാകെ വിഷമമായി. കർത്താവേ, ഒരു പേര് ചൊല്ലിയപ്പോൾ 2 ആഴ്ച കൊണ്ട് ചൊല്ലിത്തീർക്കപ്പെട്ട ജപമാലകൾ പിടിക്കപ്പെട്ട കരം, അതിന്റെ എണ്ണം ലഭിക്കാൻ കല്ലുകൾ കൂട്ടിവെച്ച അമ്മച്ചിയുടെ മുൻപാകെ ഈ ഒരു പേര് പറഞ്ഞപ്പോൾ അമ്മച്ചിയുടെ മുഖമാകെ മാറി. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ വീണ്ടും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ അമ്മച്ചി എഴുന്നേറ്റ് പോയി. വീട്ടിലെ മക്കളൊക്കെ വന്ന് സംസാരിച്ച് ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ സമയം അവിടെ ചെലവഴിച്ചപ്പോൾ ഈ അമ്മച്ചി ആ വീട്ടിലെ മകനെ വിളിച്ചു പറഞ്ഞു, ആ മകനോട് എൻ്റെ അരികിലേക്ക് വരാൻ. ഞാൻ അമ്മച്ചി കിടന്ന കട്ടിലിനരികിൽ പോയി. ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഈ പേര് പറഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ച ജപമാലകളെല്ലാം തട്ടിത്തെറിപ്പിച്ചത് എന്തുകൊണ്ട്? അമ്മ പറഞ്ഞു, അത് എൻ്റെ മൂത്ത മകനാ. നിന്നിലൂടെ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ട ആ പേര് എൻ്റെ മൂത്ത മകനാ. അവനാണ് എൻ്റെ ശത്രുതയുടെ കാരണം. അവനാണ് എൻ്റെ ശത്രുത എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജെറമ്യ 4:14 വചനം കേട്ടില്ലേ? നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ, സന്തോഷത്തോടെ പറഞ്ഞേ, ഒന്ന് കരങ്ങൾ അടിച്ചു പറഞ്ഞേ, എല്ലാവരും കരമടിച്ചു പറഞ്ഞേ, സന്തോഷത്തോടെ ഒരു 3 പ്രാവശ്യം പറഞ്ഞേ. അമ്മിച്ച് അതുവരെ ചൊല്ലിത്തീർത്ത ജപമാലകൾ അരിശം കൊണ്ട് നിറഞ്ഞപ്പോൾ, അതുവരെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം സ്വീകരിച്ച് ചെല്ലപ്പെട്ട ജപമാലകൾ തട്ടിത്തെറിപ്പിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ആ വാതിൽ നീ ഒന്ന് ചാരിയിട്. വാതിൽ ചാരിയിട്ട് അമ്മ മനസ്സ് തുറന്നു. ഈ തിരുവചനം ഞാൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ ഇരിക്കുമ്പോൾ ചെയ്യാത്ത തെറ്റിന് നമ്മുടെ മേൽ എഴുതപ്പെട്ട് ചേർത്ത് അടിക്കപ്പെട്ടവർ ഇതിനുള്ളിൽ ഉണ്ടാകാം. ഒരു തെറ്റും ചെയ്യാതെ ഹൃദയത്തിൽ ആ തെറ്റ് ചെയ്യപ്പെട്ട വ്യക്തി നൽകിയ വേദനയോർത്ത് വെറുപ്പോടെ കടന്നു വന്നവരുണ്ടാകാം. നമ്മുടെ ജീവിതം നശിപ്പിച്ചവരുണ്ടാകാം. കച്ചവടം തകർത്തവരുണ്ടാകാം. വേദനിപ്പിച്ച വ്യക്തികളുണ്ടാകാം. ദൈവത്തിന്റെ സൗഖ്യം വേണമെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനും ക്ഷമ ചോദിക്കാനും സ്നേഹിക്കാനും സ്വീകരിക്കാനും കഴിയുമ്പോഴാ ഈ സൗഖ്യം നമുക്ക് ലഭിക്കുക. ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അടുത്ത വചനം ജെറമ്യയുടെ പുസ്തകം 4:18 വചനം പറയുന്നു, ഇതെല്ലാം എൻ്റെ മേൽ വരുത്തി വെച്ചത് നിന്റെ പെരുമാറ്റവും പ്രവൃത്തിയുമല്ലേ. വചനം പറഞ്ഞു, ഇതെല്ലാം ഏതൊക്കെ? ഈ വെറുപ്പ്, ഈ വിദ്വേഷം, പ്രാർത്ഥിക്കാൻ കഴിയാത്ത ആ ചിന്തകളൊക്കെ എൻ്റെ മേൽ വരുത്തി വെച്ചത് എൻ്റെ പെരുമാറ്റവുമല്ലേ. ഈ 2 വചനങ്ങൾ അമ്മയോട് പറഞ്ഞു. കണ്ണാടി എടുത്തു വെച്ചു, ബൈബിൾ തുറന്ന് ആ വചനഭാഗം 58 വയസ്സ് പ്രായമുള്ള അമ്മച്ചി വായിച്ചപ്പോൾ അമ്മച്ചിയുടെ കണ്ണുകൾ കുടുകുടാ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി.
അമ്മ ഇന്നലെ വരെ ചൊല്ലിയ ഈ ജപമാലകൾക്ക് ഒരു വില ലഭിക്കണമെങ്കിൽ, ഇന്നലെ വരെ നീ കാഴ്ചവെച്ച നിന്റെ പ്രാർത്ഥനകൾക്ക് ഒരു സൗഖ്യം ലഭിക്കണമെങ്കിൽ, ഇന്നലെ വരെ നീ ചൊല്ലിത്തീർത്ത എല്ലാ പ്രതിസന്ധികളുടെ മധ്യേ അത് കടന്നു പോകണമെങ്കിൽ ദൈവത്തിന്റെ കരുണ നിന്റെ ജീവിതത്തിൽ വരണം. അമ്മ അത് ഏറ്റെടുത്തു. ഭാവനയിൽ പ്രിയപ്പെട്ട മകനെ കണ്ടു, വളരെ ദൂരത്താ. അമ്മ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു, പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ കടന്നുപോയത് കൺവെൻഷന് വേണ്ടി സഹായം ചോദിക്കാനാ. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ കുടുംബത്തിൽ അമ്മയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ നിറയപ്പെട്ടു. ഈ നിബന്ധനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നല്ല നിക്ഷേപം സ്വീകരിച്ച് ദൈവത്തിന്റെ അസൗഖ്യമെന്ന നിക്ഷേപത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കേണ്ട നാം ഇന്ന് പലപ്പോഴും നമുക്ക് അകപ്പെട്ടിരിക്കുന്ന ഒരു വലകളിലായിരിക്കാം. ഈ അമ്മയോട് ഒരുപാട് സമയം ഇതിനെ പങ്കുവച്ചപ്പോൾ ഈ അമ്മ പറഞ്ഞത് ഇങ്ങനെയാ: ഇതിനെക്കുറിച്ചുള്ള അറിവൊന്നും എനിക്കില്ല. വചനം ഇരുതല വാളാണ്. സന്ധിയിലും നിന്റെ മച്ചയിലും നിന്റെ ഹൃദയത്തിലും തുളച്ചു കയറി നിന്റെ വികാരങ്ങളെ അത് വെളിപ്പെടുത്തി തരും. ശക്തിയുള്ള ദൈവത്തിന്റെ വചനം കൃപയായി മാറണമെങ്കിൽ, സൗഖ്യമായി മാറണമെങ്കിൽ എന്റെ ജീവിതം ഞാൻ ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കണം. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 31:4 അല്പം മുമ്പ് കണ്ടു, എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന കെണിയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ദുഷ്ടൻ ഒരു കെണിയുമായി എന്റെ അരികിൽ വന്ന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി എന്റെ മനസ്സിനെ വേദനിപ്പിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അരമണിക്കൂർ സമയം അമ്മ കഴുകി കണ്ണുനീര് കൊണ്ട് കരഞ്ഞ് അമ്മയോട് ഞാൻ പറഞ്ഞു, മകനെ, അടുത്ത മകനെ വിളിച്ചു. ആ ഫോൺ നമ്പർ ജ്യേഷ്ഠന്റെ വാങ്ങി ഈ മകനെ ഫോണിൽ വിളിച്ചു. അമ്മ പറഞ്ഞിങ്ങനെയാ: കഴിഞ്ഞുപോയ 3 വർഷമായി ഞാൻ എൻ്റെ മകനെ വിളിക്കാറില്ല. എൻ്റെ മകൻ എന്നെ വിളിക്കാറില്ല. എൻ്റെ പേരക്കുട്ടികളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് നടക്കാതെ ഹൃദയം മന്ദീഭവിച്ച രീതിയിൽ, അതായത് കെണിയിൽ അകപ്പെട്ട രീതിയിൽ, ജീവിതം കെണിയിൽ അകപ്പെട്ട രീതിയിൽ കടന്നു വന്ന വ്യക്തിക്ക് ദൈവത്തിന്റെ വചനം സൗഖ്യമായി മാറി. ഹല്ലേലൂയ പറഞ്ഞേൻ, സന്തോഷത്തോടെ പറഞ്ഞേൻ, അഭിഷേകത്തോടെ പറഞ്ഞേൻ. ഇന്ന് ഒരുപക്ഷെ ഈ പ്രഭാതമുണർന്ന് ഈ ധ്യാന ഹോളിൽ കടന്നു വരുമ്പോൾ എന്റെയും ജീവിതത്തിൽ എനിക്കൊരു സൗഖ്യമുണ്ട്. എന്റെയും ജീവിതത്തിൽ സൗഖ്യത്തിന് തടസ്സമായ വഴികളെ ഞാൻ പൊളിച്ചു മാറ്റണം. കർത്താവിന് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ദൈവത്തിന്റെ കൃപയ്ക്ക് തടസ്സമില്ലാതിരിക്കാൻ കടന്നു വരാനുള്ള ഒരു അഭിഷേകത്തിന്റെ ദൂതായി നമ്മുടെ ജീവിതം മാറണം. അമ്മ ഫോൺ എടുത്ത് ഞാൻ കറക്കി കൊടുത്ത്, അമ്മയ്ക്ക് വാക്കുകൾ വരുന്നില്ല. ആ മകന്റെ പേര് ചോദിച്ച് ഞാൻ പറഞ്ഞു, അമ്മയുടെ അടുത്ത് നിന്ന് ഞാൻ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മകനും അമ്മയും ഏതാനും സമയം ഫോണിലൂടെ കരഞ്ഞ് തങ്ങളുടെ ആ കടഭാരങ്ങൾ, തങ്ങളുടെ ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ട അഭിഷേകത്തെ അവർ കൂട്ടിവെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേൻ. നമ്മൾ ഇവിടെ ഇരുന്ന് അവരുടെ മേൽ കുറ്റം ചുമത്തപ്പെടുമ്പോൾ എനിക്ക് വേണ്ടി കുറ്റം ചുമത്തിയെടുത്തിയ എന്റെ ദൈവമായ കർത്താവ് ഈ അൾത്താരയിൽ കാണുന്ന ഈ വിശുദ്ധ കൊച്ചുരൂപത്തിന്റെ മുൻപിൽ എനിക്ക് വേണ്ടി മുറിയപ്പെട്ട ഹൃദയമാ. എനിക്ക് വേണ്ടി അടിപ്പെട്ട ഈ ഹൃദയം ഒരു സൗഖ്യം എനിക്ക് തരുവാൻ വേണ്ടി എന്റെ ദൈവമായ കർത്താവ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം വേണ്ടവർ കൂടുതൽ സ്വരത്തിൽ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ തടസ്സമായ ചില സൗഖ്യങ്ങളുണ്ട്. ഈ അമ്മ ഈ ഫോണോടെ വെച്ച് കാൽക്കൽ വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, അമ്മ, എനിക്കതിൽ യാതൊരു കാര്യവുമില്ല. ഇവിടെ പ്രവർത്തിച്ചത്, ഇവിടെ അത്ഭുതം ചെയ്തത് ദൈവത്തിന്റെ ശക്തിയാ. ഇനി അമ്മ ആ തട്ടിക്കളഞ്ഞ കല്ലുകൾ ചേർത്ത് വെച്ച് ജപമാല ചൊല്ലുമ്പോൾ കുടുംബത്തിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടും. കുടുംബത്തിൽ പേരക്കുട്ടികൾ അനുഗ്രഹം പ്രാപിക്കും. രോഗത്തിന്റെ മേൽ കർത്താവ് സൗഖ്യം നൽകും. വേദനയുടെ മധ്യേ കർത്താവ് കൃപകളൊഴുക്കും. എന്തെന്നില്ലാതെ 2-3 മണിക്കൂർ ആ കുടുംബത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവിൽ നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിന്റെ ശക്തിയെ വീണ്ടെടുക്കുമ്പോൾ
പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഇവിടെ വന്ന് ഇനി അല്പം കഴിഞ്ഞാൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിൽ ചേർത്ത് പ്രാർത്ഥിക്കണം. നിന്നെ വേദനിപ്പിച്ചവർ, നിനക്ക് വേദന മാത്രം നൽകിയവർ, അമ്മയാകാം, ഭർത്താവാകാം, മക്കളാകാം, മരുമക്കളാകാം, ദേശക്കാരാകാം, ബന്ധുക്കാരാകാം, മിത്രങ്ങളാകാം, ആര് തന്നെയായാലും സൗഖ്യമായി കടന്നു വരുന്ന ഒരു ദൈവത്തിന്റെ കൃപ എൻ്റെ മേലുണ്ട്. സൗഖ്യമായി കടന്നു വരുന്ന ഒരു ദൈവത്തിന്റെ ശക്തി എൻ്റെ മേലുണ്ട്. പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിലെ സാംസനെ കുറിച്ച് പറയുന്നുണ്ട്. സാംസൺ കഴിവുള്ളവനായിരുന്നു, ശക്തിയുള്ളവനായിരുന്നു. സാംസൺ ദൈവത്തിന്റെ ആ കൃപയിൽ നിന്ന് മാറ്റപ്പെട്ട സമയം ദൈവത്തോട് അവൻ യാചിക്കുന്നുണ്ട്, ഒരിക്കൽ കൂടി ദൈവമേ എന്നെ രക്ഷിക്കാൻ കടന്നു വരണമേ. പ്രിയപ്പെട്ടവരെ, സാംസനെ കയറുകൊണ്ട് വലിഞ്ഞ് മുറുക്കി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ സാംസൺ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? ദൈവമേ, ഈ സൗഖ്യത്തിന്റെ അഭിഷേകം സ്വീകരിക്കാൻ, ഈ സൗഖ്യത്തിന്റെ കൃപ സ്വീകരിക്കാൻ എൻ്റെ മേൽ കടന്നു വരാനുള്ള കൃപയായി മാറ്റണമെന്ന്. പ്രിയപ്പെട്ടവരെ, സാംസനെ വരിഞ്ഞ് മുറുക്കിയിരുന്ന കയറ് അവിടെ കത്തിക്കരിഞ്ഞ് നഷ്ടപ്പെടുന്നതായി വചനഭാഗത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ വരിഞ്ഞു മുറുക്കിയ കയറ് വെറുപ്പിൻ്റെതാണോ, വിദ്വേഷത്തിൻ്റെതാണോ, വൈരാഗ്യത്തിൻ്റെതാണോ, സ്വാർത്ഥതയുടെയാണോ? ഈ കയറുകൾ കൊണ്ട് നിന്റെ ഹൃദയം ഇന്ന് കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ കണ്ണുകൾ മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹൃദയം മന്ദീഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആരാധനയുടെ സമയങ്ങളിലും വിശുദ്ധ കുർബാനയിലും കണ്ണുനീരോടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ കെട്ടിയ വെറുപ്പിന്റെ കയറുകൾ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേൻ, സന്തോഷത്തോടെ പറഞ്ഞേൻ, അഭിഷേകത്തോടെ പറഞ്ഞേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 30-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ, തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ. ഒരുപക്ഷെ ഏറെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകാം, ഏറെ കാത്തിരുന്ന എല്ലാ പ്രോഗ്രാമുകളും എല്ലാ വിശുദ്ധ ബലികളും അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുന്നു, കർത്താവേ, തിന്മ എന്നെ നശിപ്പിച്ചിട്ടുണ്ടോ? തിന്മ എന്റെ കുടുംബത്തെ നശിപ്പിച്ചിട്ടുണ്ടോ? എന്റെ വളർച്ചയെ തിന്മ നശിപ്പിച്ചിട്ടുണ്ടോ? എന്റെ കുടുംബത്തെ തിന്മ നശിപ്പിച്ചിട്ടുണ്ടോ? ഇവിടെയെല്ലാം മോചനം ലഭിക്കാൻ ദൈവത്തിന്റെ മുമ്പിൽ കരം തുറന്ന് പ്രാർത്ഥിക്കണം. ഇതാണ് ഞാൻ കരുതി വെക്കുന്ന നിക്ഷേപം. ദൈവം നൽകുന്ന ദൈവത്തിന്റെ സൗഖ്യം സ്വീകരിക്കണമെങ്കിൽ എന്റെ ഹൃദയത്തിന്റെ നിക്ഷേപം ദൈവകരങ്ങളിൽ കൊടുത്ത് ദൈവത്തിന്റെ കൃപ സ്വന്തമാക്കി നിന്റെ ഹൃദയത്തിൽ നിറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എസെക്കിയേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനം പറയുന്നത്. പഴയ നിയമത്തിലെ എസെക്കിയേല് 16:8, നീ എന്റേതായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെതാണോ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണോ? നീ ഏത് ശുശ്രൂഷയിലായിരിക്കുമ്പോഴും എവിടെയൊക്കെ ആയിരിക്കുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ആ ദൈവത്തിന്റെ സൗഖ്യം കടന്നു വരണമെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെതായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം തുറന്ന് പറഞ്ഞേൻ, അഭിഷേകത്തോടെ പറഞ്ഞേൻ, അഭിഷേകത്തോടെ പറഞ്ഞേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ എൻ്റെ മേൽ നിറഞ്ഞ് ഒഴുകണമെങ്കിൽ, സൗഖ്യത്തിലേക്ക് എന്നെ നയിക്കണമെങ്കിൽ എൻ്റെ മനസ്സ് ഞാൻ തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എസെക്കിയേലിന്റെ പുസ്തകം 20:18 വിശുദ്ധ വചനം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നിങ്ങളെ തന്നെ അശുദ്ധമാക്കാതെ. എന്താ പറഞ്ഞേ? എന്നെ തന്നെ അശുദ്ധമാക്കാതെ. ചില ചിന്തകൾ, ചില പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് അശുദ്ധതയിലേക്ക്, ആ വെറുപ്പിലേക്ക്, ആ വിദ്വേഷത്തിലേക്ക്, ആ പ്രാർത്ഥനയുടെ തടസ്സത്തിലേക്ക് നമ്മളെ മാറ്റുന്ന വ്യക്തിത്വങ്ങളുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ
നമ്മുടെ ഹൃദയത്തിൽ നിറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കണം. ദൈവവചനവുമായി പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ ആ വലിയ അഭിഷേകം സ്വീകരിക്കാൻ ദൈവം നമ്മെ അൽഗപ്പെടുത്തും. അതുകൊണ്ടാണ് പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ തിരുവചനം 1 പത്രോസ് 1:12 വചനം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമ്പോഴാണ് തെറ്റുകളെ കുറിച്ച് അറിയപ്പെടുമ്പോൾ, അനുതപിച്ചുമ്പോൾ ആ സൗഖ്യം നമ്മുടെ മേൽ കടന്നു വന്ന് അത്ഭുതകരമായി ദൈവം നമ്മെ നടത്തും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജെറമിയ പ്രവചനം 23:28 വചനം പറയുന്നത്, എന്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. നാം ഇവിടെ ആയിരിക്കുമ്പോൾ ചിന്തിക്കണം, ദൈവത്തിന്റെ വചനം ലഭിച്ചവരാണ് നാം. എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം നിറയുമ്പോൾ, എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം അറിയുമ്പോൾ ചില നിലപാടുകളിൽ എനിക്ക് മാറ്റമുണ്ടാകും, ചില പ്രവൃത്തികളിൽ എനിക്ക് മാറ്റമുണ്ടാകും, എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് മാറ്റമുണ്ടാകും, എന്റെ കുടുംബത്തിൽ എനിക്ക് മാറ്റമുണ്ടാകും, എന്റെ കൂട്ടായ്മയിൽ, എന്റെ ശുശ്രൂഷകളിൽ എനിക്ക് മാറ്റമുണ്ടാകും. ഈ മാറ്റം സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വചനം, പ്രപഞ്ചത്തിന് മീതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ ആത്മാവ്.